നമസ്കാരം. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടയിലുണ്ടായ അനിഷ്ട സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നടത്തിയ പരാമർശങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെ വേദനിപ്പിച്ചിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. എന്നാൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ച് കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്നതിന് പകരം കുട്ടിയുടെ പ്രായവും മാനസികാവസ്ഥയും പരിഗണിച്ച് ക്ഷമിക്കാൻ തയ്യാറായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതിയൊരു മാനദണ്ഡം സൃഷ്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ നടപടി ബിജെപിയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന മന്ത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്തുന്നതാണ്. തെറ്റുപറ്റാത്ത മനുഷ്യരായ ആരുമില്ല. പ്രത്യേകിച്ചും തെറ്റായ സ്വാധീനങ്ങൾക്ക് എളുപ്പത്തിൽ വഴിമാറിപ്പോകാൻ സാധ്യതയുള്ള കൗമാരക്കാരെ തിരുത്തി മുഖ്യധാരയിലേക്ക് മിക്കവരും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ ഉദാരത പെൺകുട്ടിയുടെ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. വാർത്താ ഏജൻസിയായ PTIയോട് സംസാരിക്കവേ തങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവത്തിൽ വലിയ ലജ്ജയുണ്ടെന്നും തങ്ങൾ വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നുണ്ടെന്നും പെൺകുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രഥമനായ പൗരനാണെന്നും അദ്ദേഹത്തിന്റെ മുമ്പിൽ തങ്ങൾ ഒന്നുമല്ലെന്നുമുള്ള ആ അമ്മയുടെ വാക്കുകൾ ഭാരതീയ സ്ത്രീകളുടെ വിനയവും പശ്ചാത്താപവുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികൾ പോലും മോദിയുടെ ഈ ക്ഷമാ മനസ്സിനെ അംഗീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇന്നത്തെ ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളും കൗമാരക്കാരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ സ്വാധീനമാണ്. ഇന്റർനെറ്റിന്റെയും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും അതിപ്രസരം കുട്ടികളുടെ ചിന്താശേഷിയും സാമൂഹിക ബോധത്തെയും ദോഷകരമായി ബാധിക്കുന്നുമുണ്ട്. ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിനെത്തിയ ആ പെൺകുട്ടിക്ക് 15 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. കൃത്യമായ രാഷ്ട്രീയ പരിജ്ഞാനമോ കാര്യങ്ങളുടെ ആഴമോ അറിയാത്ത പ്രായത്തിൽ തെറ്റായ സംഘങ്ങളുടെയും ആശയങ്ങളുടെയും സ്വാധീനത്തിൽ എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകാൻ ഇത്തരം കുട്ടികൾക്ക് സാധ്യതയുമുണ്ട്. കൗമാരത്തിലെ ആവേശവും പക്വതയില്ലായ്മയും ചിലപ്പോൾ വലിയ അബദ്ധങ്ങളിലേക്ക് നയിച്ചേക്കാം. ഈ വിഷയത്തിൽ പെൺകുട്ടിയുടെ അമ്മ നടത്തിയ അഭ്യർത്ഥന സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഉപയോഗം കർശനമായി നിരോധിക്കണമെന്നും 18 വയസ്സിൽ താഴെയുള്ളവരെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് തടയണമെന്നും അവർ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. BJP എപ്പോഴും കുട്ടികളുടെയും യുവജനങ്ങളുടെയും സുരക്ഷിതമായ ഭാവിക്കാണ് മുൻഗണന നൽകുന്നത്. വിദ്യാഭ്യാസം, കരിയർ, വ്യക്തിത്വ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രായത്തിൽ കുട്ടികളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റുന്ന പ്രവണത ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ ക്രിയാത്മക ശക്തികളാക്കി മാറ്റുന്നതിനും മാതാപിതാക്കളും സർക്കാരുകളും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗത്തിന് കർശനമായ പ്രായപരിധികളും നിയന്ത്രണങ്ങളും കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർപ്പിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളുടെ ഇരുണ്ട വശങ്ങളിൽ ഒന്നാണ് അനിയന്ത്രിതമായ സൈബർ ആക്രമണങ്ങളും വ്യാജ പ്രചാരണങ്ങളും. ഒരു വീഡിയോ വൈറലായാൽ അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാതെ ആളുകളെ ക്രൂശിക്കുന്ന പ്രവണത ഇന്ന് ഓൺലൈൻ ലോകത്ത് വർദ്ധിച്ചു വരികയാണ്. പ്രധാനമന്ത്രിക്കെതിരെയുള്ള വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രസ്തുത പെൺകുട്ടിയുടെ കുടുംബം കടുത്ത ഓൺലൈൻ ആക്രമണങ്ങൾക്കാണ് ഇരയായത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത്യന്തം വേദനാജനകമായ പ്രതികരണങ്ങളാണ് പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. തങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ മരിക്കണമെന്നാണ് പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ആളുകൾ ആവശ്യപ്പെട്ടതെന്ന് ആ അമ്മ കണ്ണീരോടെ വെളിപ്പെടുത്തുകയുണ്ടായി. ഒരു തെറ്റൊരു കുട്ടിയെ ചെയ്യുമ്പോൾ ആ കുടുംബത്തെ മുഴുവൻ സമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്യുന്നതും കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുന്നതും സാംസ്കാരിക കേരളത്തിനും ഭാരതത്തിനും ചേർന്നതല്ല. BJPയുടെ ആശയ അടിത്തറ അനുസരിച്ച് സമൂഹം പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലുമാണ് നിലനിൽക്കേണ്ടത്. സൈബർ ഇടങ്ങളിലെ ഇത്തരം ക്രൂരമായ വിചാരണകൾ കുട്ടികളെ മാനസികമായി തകർക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ കുടുംബങ്ങളുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. തെറ്റ് മനസ്സിലാക്കി പെൺകുട്ടി പരസ്യമായി മാപ്പപേക്ഷിച്ചിട്ടും അവളെ വേട്ടയാടുന്നത് മാനവികതയ്ക്ക് നിരക്കാത്തതാണ്. മാധ്യമങ്ങളും സാമൂഹിക മാധ്യമ ഉപഭോക്താക്കളും വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സംയമനവും ഉത്തരവാദിത്വവും കാണിക്കേണ്ടതുണ്ട്. നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്ന സംസ്കാരത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് മാതൃകയാക്കി സൈബർ ലോകവും അല്പം കൂടി കരുണയുള്ളതായി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു സംഭവത്തിൽ നിയമപരമായ നടപടികൾ മുന്നോട്ടു പോകുമ്പോൾ അത് കൃത്യതയോടെയും നീതിപൂർവവുമാണ് നടക്കേണ്ടത്. ജന്തർ മന്ദറിലെ സംഭവത്തിന് ശേഷം പെൺകുട്ടിക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ നിയമ നടപടികളിൽ ചില പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. മകൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIRൽ പ്രായം തെറ്റാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15 വയസ്സ് മാത്രമുള്ള അവൾക്കെതിരെ FIR പിൻവലിക്കണമെന്നാണ് അമ്മ ആവശ്യപ്പെടുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അവരുടെ പ്രായവും മാനസികാവസ്ഥയും കണക്കിലെടുത്ത് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തിരുത്താനുള്ള അവസരമാണ് നൽകേണ്ടത്, അല്ലാതെ അവരുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലുള്ള കടുത്ത നടപടികളല്ല. BJP സർക്കാർ എപ്പോഴും നിയമവാഴ്ചയെ മാനിക്കുമ്പോഴും നീതി നിർവഹണത്തിൽ കാരുണ്യവും
കൃത്യതയും വേണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് പറഞ്ഞ പെൺകുട്ടിയുടെ ഭാവി കറുത്ത അധ്യായമായി മാറാൻ പാടില്ല. അത്രയധികം പശ്ചാത്താപത്തോടെയും വേദനയോടുമാണ് കുടുംബം ഈ വിഷയത്തെ സമീപിക്കുന്നത്. എഫ്ഐആറിലെ പ്രായപരിധി സംബന്ധിച്ച അപാകതകൾ പരിശോധിച്ച് നിയമപരമായ പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. ഒപ്പം കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പുകളും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളും ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്യമായ കൗൺസിലിംഗും പിന്തുണയും നൽകേണ്ടതുണ്ട്. ശിക്ഷയേക്കാൾ ഉപരിയായി ബോധവൽക്കരണത്തിലൂടെയും തിരുത്തലിലൂടെയാണ് കുട്ടികളെ നല്ല പൗരന്മാരായി വാർത്തെടുക്കേണ്ടതെന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. അന്ന് ആ പെൺകുട്ടിയുടെ ജന്മദിനമായിരുന്നുവെന്നും അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് മോദിജി നൽകിയ ഈ പുതിയ ജീവിതമെന്നും അവർ കൂപ്പുകൈകളോടെ അമ്മ പറയുന്നുണ്ട്. ഒരു ജനനേതാവ് കാണിക്കുന്ന കാരുണ്യം ഒരു കുടുംബത്തിന് മുഴുവൻ പുനർജന്മം പോലെയാണ് അനുഭവപ്പെട്ടത്. പ്രതികാര രാഷ്ട്രീയത്തിന്റെയോ ശത്രുതാ മനോഭാവത്തിന്റെയോ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്ന പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വമാണ് ഇവിടെ വെളിച്ചത്ത് വരുന്നത്. രാഷ്ട്രത്തോടുള്ള സ്നേഹവും അതേസമയം സാധാരണക്കാരുടെ വേദനയോടുള്ള ഐക്യദാർഢ്യവുമാണ് നരേന്ദ്രമോദി മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പ്രധാനമന്ത്രിയോടുള്ള നന്ദി സൂചകമായി മകളുടെ നല്ല ഭാവിക്കായി പ്രധാനമന്ത്രി അവളെ ദത്തെടുക്കണമെന്ന ഒരു അമ്മയുടെ വികാരാധീനമായ അഭ്യർത്ഥന ഉയർന്നു വന്നു. ജീവിത സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയം കുറവാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ വിടവ് മുതലെടുത്താണ് പലപ്പോഴും ബാഹ്യശക്തികളും സോഷ്യൽ മീഡിയയും കുട്ടികളെ സ്വാധീനിക്കുന്നത്. ജന്തർ മന്ദറിൽ അബദ്ധം പറ്റിയ ആ പെൺകുട്ടിയുടെ കുടുംബം അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ മറ്റ് മാതാപിതാക്കൾക്കും ഒരു വലിയ പാഠമാണ്. കുട്ടികൾ എവിടെ പോകുന്നു, ആരുമായാണ് കൂട്ടുകൂടുന്നത്, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നിവയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരിക്കണം. സ്നേഹത്തോടും തുറന്ന സംഭാഷണത്തോടും ഒപ്പം കുട്ടികളുടെ കാര്യങ്ങളിൽ അല്പം ഗൗരവമുള്ള നിയന്ത്രണങ്ങളും ആവശ്യമാണ്. BJP മുന്നോട്ട് വെക്കുന്ന കുടുംബ മൂല്യങ്ങളുടെ ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പരസ്പര ബന്ധവും പരസ്പര വിശ്വാസവും. ഒരു കുട്ടി വഴിതെറ്റുമ്പോൾ അതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനും അവരെ തിരുത്താനും മാതാപിതാക്കൾക്ക് സാധിക്കണം. ഈ സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മ കാണിച്ച പക്വതയും മാപ്പപേക്ഷയും സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെയധികം വലുതാണ്. തങ്ങളുടെ മക്കൾക്ക് പറ്റിയ തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ അത് തുറന്ന് സമ്മതിക്കാനും പ്രധാനമന്ത്രിയുടെ കാരുണ്യത്തിന് മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാനും ആ അമ്മ തയ്യാറായി. മാതാപിതാക്കളുടെ ഈ തിരുത്തൽ മനോഭാവമാണ് കുട്ടികളുടെ വീണ്ടും നല്ല പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. കുട്ടികളുടെ ഡിജിറ്റൽ ഉപയോഗവും കൂട്ടുകെട്ടലുകളും കർശനമായി നിരീക്ഷിക്കാൻ എല്ലാ മാതാപിതാക്കളും തയ്യാറാകണം. ഒരു സാധാരണ പൗരന്റെ വേദനയോടുള്ള ആ ഭരണാധികാരിയുടെ സംവേദനക്ഷമത നിരവധി തവണ രാജ്യം കണ്ടിട്ടുള്ളതാണ്. ജന്തർ മന്ദറിലെ സംഭവത്തിൽ തനിക്കെതിരെ ഉയർന്ന അധിക്ഷേപങ്ങളെ ഒരു വ്യക്തിപരമായ അപമാനമായി കാണാതെ അതൊരു കുട്ടിയുടെ അവിവേകമായി മാത്രം കണ്ട് ക്ഷമിക്കാൻ തയ്യാറായതിലൂടെ അദ്ദേഹം വീണ്ടും തന്നെ മഹത്വം തെളിയിച്ചിരിക്കുകയാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഒരു കുടുംബമായി കാണുന്നതാണ് BJP വിഭാവനം ചെയ്യുന്ന ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം. തെറ്റുപറ്റിയവരെ ശിക്ഷിച്ച് നശിപ്പിക്കുന്നതിന് പകരം തിരുത്തി മുന്നോട്ട് നയിക്കാനുള്ള അവസരമാണ് ഒരു യഥാർത്ഥ ഭരണാധികാരി നൽകേണ്ടത്. ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറുകയാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും മോദിയുടെ ഈ ക്ഷമാശീലത്തെ അംഗീകരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. ഭാരതത്തിന്റെ പൗരാണിക സംസ്കാരത്തിൽ വേരൂന്നിയ ക്ഷമാശീലവും സ്നേഹവുമാണ് ആധുനിക രാഷ്ട്രീയത്തിലും നരേന്ദ്രമോദി നടപ്പിലാക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബത്തിന് ലഭിച്ച ആശ്വാസം കേവലം വ്യക്തിപരമല്ല, മറിച്ച് തെറ്റ് തിരുത്താൻ തയ്യാറാകുന്ന ഏത് സാധാരണക്കാരനും ലഭിക്കുന്ന സംരക്ഷണത്തിന്റെ പ്രതീകം കൂടിയാണ്. പ്രധാനമന്ത്രിയുടെ ഈ മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ സമൂഹത്തിൽ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് പടർന്നിരിക്കുന്നത്. പകയുടെ രാഷ്ട്രീയത്തിന് പകരം സ്നേഹത്തിന്റെയും കരുണയുടെയും രാഷ്ട്രീയം വിജയിക്കുമെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഇന്നത്തെ വാർത്താ ലോകത്ത് റേറ്റിംഗിനും കാഴ്ചക്കാർക്കും വേണ്ടിയുള്ള ഓട്ടത്തിൽ പലപ്പോഴും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാറുണ്ട്. ജന്തർ മന്ദറിലെ പ്രതിഷേധവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും വാർത്തയാക്കിയപ്പോൾ മാധ്യമങ്ങൾ പുലർത്തിയ സമീപനവും പരിശോധിക്കേണ്ടതാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ മുഖം വെളിപ്പെടുത്തുന്നതും അവളെയും കുടുംബങ്ങളെയും ക്രൂരമായി വിചാരണ ചെയ്യുന്നതും മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. എന്നാൽ PTI പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട വാർത്താ ഏജൻസികൾ ഈ വിഷയത്തിൽ പെൺകുട്ടിയുടെ അമ്മയുടെ പ്രതികരണം പുറത്തുവിട്ടതോടെയാണ് സംഭവത്തിന്റെ യഥാർത്ഥ വശം പുറം ലോകം അറിയുന്നത്. പ്രധാനമന്ത്രിയുടെ ക്ഷമയെക്കുറിച്ചും കുടുംബത്തിന്റെ പശ്ചാത്താപത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ സമൂഹത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകിയത്. BJP ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ സമൂഹത്തിന്റെ കണ്ണാടികളാവേണ്ടതാണ്, അല്ലാതെ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് ആളിക്കത്തിക്കുന്നവരാകരുത്. കുട്ടികളുടെ അവകാശങ്ങളും നിയമപരമായ സംരക്ഷണവും പാലിച്ചുകൊണ്ട് മാത്രമേ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാവൂ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കാര്യത്തിൽ പോലും ജാഗ്രത പാലിക്കണമെന്ന് നിയമങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും അത് ലംഘിക്കപ്പെടുന്നതാണ് കാണുന്നത്. ഈ സംഭവത്തിൽ അമ്മയുടെ കണ്ണീരും നന്ദി പ്രകടനവും റിപ്പോർട്ട് ചെയ്തതിലൂടെ മാധ്യമങ്ങൾക്ക് സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ തിരുത്താൻ കഴിയുമെന്നത് തെളിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ക്ഷമ ആ പെൺകുട്ടിക്ക് ലഭിച്ച ഏറ്റവും വലിയ ജന്മദിന സമ്മാനമായി മാറിയതുപോലെ ഈ സംഭവത്തിൽ നിന്ന് സമൂഹം പഠിച്ച പാഠങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷിത ഭാവിക്ക് അടിത്തറയാകട്ടെ.
ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.